ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർക്കിടക മരുന്നുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള എല്ലാ ധാന്യങ്ങളും എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോളമാണ്. വലിയ ചോളം, ചെറിയ ചോളം, പിന്നെ അതുപോലെ ഞവരേരി, ഗോതമ്പ്, ഉഴുന്നുപരിപ്പ്, അണ്ടിപ്പരിപ്പ്, ബദാം, ചെറുപയർ, നിലക്കടല, കറിക്കടല, പിന്നെ കരിഞ്ജീരകം, ഉലുവ, അവൽ, ജീരകം, ആശാളി, അയമോദകം, എള്ള്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കതിൽ വേണ്ടത് തേങ്ങ ചിരകിയത് ചേർക്കാണ്. തേങ്ങ ചിരകിയതും കൂടി നമ്മൾ എള്ളെണ്ണയിലും നെയ്യിലും ചേർത്തിട്ട് അതുകൂടി ഒന്ന് ഫ്രൈ ആക്കി ചേർക്കേണ്ടതാണ് കേട്ടോ. ഒന്ന് ഒത്തിരി ഫ്രൈ ആവേണ്ട. തേങ്ങ ചിരകിയത് ഒരു മീഡിയം ഫ്രൈ, ഒരു റെഡ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് നിറമായാൽ മതി. റെഡ് എന്നൊക്കെ റെഡ് അല്ല കേട്ടോ, ഒരു മഞ്ഞ നിറം. ഈ കാണുന്ന പോലെയുള്ള ഒരു മഞ്ഞ നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പത്തു നിന്ന് എടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരണം. എന്നിട്ട് അതിൽ പൊടിച്ച് ചേർത്തിട്ടുള്ള പൊടിയിലേക്ക് ചേർക്കണം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ശർക്കര പാവ് കാച്ചത് കൂടി അതിലേക്ക് ചേർക്കാം. മരുന്നിന് ഇത്തിരി കയ്പും ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് മധുരം ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് ശർക്കര ചേർക്കാം. ഞാനിവിടെ അത്രയ്ക്കൊന്നും ചേർത്തിട്ടില്ല, കുറച്ചേ ചേർത്തിട്ടുള്ളൂ. മരുന്നുണ്ടേ ആണല്ലോ, ലഡു അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യം അതും ചേർത്ത് ഉരുട്ടിയെടുക്കുന്നതാണ് നമ്മുടെ കർക്കിടക മരുന്നുണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.